ഒരാശ്വാസം. ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഞാനേ പക്ഷെ നിനക്ക് പറയാനൊന്നും കേക്കണ്ടേ? എനിക്കത് പക്ഷെ പുള്ളി മിണ്ടുന്നത് പുള്ളി ഇപ്പൊ പഴയപടി ആയിരിക്കുവാ. ഞാൻ ചോദിക്കുന്നത്, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് പറയുമ്പോ നീ എന്തിനാ പിന്നാലെ നടക്കണേ? എനിക്ക് പറയണം ചേട്ടാ, ഒരു ഫുൾ സ്റ്റോപ്പിന് അങ്ങനെ ഒരു സാധനം, ആ ഒരു സാധനം മനസ്സിൽ വെച്ചിട്ട് രണ്ടു കൂട്ടരും മിണ്ടാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഇവക്കും കുഴപ്പമില്ല, മിണ്ടണ്ടേ, അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദേഷ്യത്തിന്റെ പുറത്താണ് അതല്ല മിണ്ടാതിരിക്കുന്നുണ്ട്, മിണ്ടുന്നില്ലല്ലോ. അനാറൊക്കെ പഠിക്കലൊക്കെ അങ്ങനെയാ. നീ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് വെറുതെ വെറുതെ പറഞ്ഞു. നിന്റെ കണ്ണ് നിനക്ക് മനസ്സിലായി. പോയി കണ്ട് അത് അവളുടെ മുഖത്തുനിന്നാ നിങ്ങക്ക് മനസ്സിലായേക്കാം. സത്യം പറയാണെന്ന് ഈ കാര്യം പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ പ്രണയിക്കാന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവല്ലേ? അതല്ല ഞാൻ പോയി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അനു ആർമി, അനീഷ് ആർമി, അപ്പൊ കൈ കൊളാബോർഡ് ഞാൻ ഇവരെ തകർക്കാൻ വേണ്ടി ആൾക്കാർ ഞാൻ പറഞ്ഞു ഇവരെ തകർക്കാൻ പിന്നെ ആർക്കും പറ്റില്ല. എന്നിട്ടാണ് ഇവിടുന്ന് അവിടെ ജയിലില് പറഞ്ഞത് കേട്ടാ. അറിയാതെ ആ ഈർക്കിലി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഞങ്ങളെ കുട്ടികളാണ്. ഞാൻ ആ അർത്ഥത്തിലെല്ലാം പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ആ സമയത്ത് ഞാൻ അനീഷിന്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. എന്റെ ദൈവമേ, എനിക്കാണല്ലോ ഇതെല്ലാം വന്ന് വീഴുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഉണ്ടാക്കി വെച്ച കുട്ടികൾ. നമ്മൾ അന്നേ പറഞ്ഞു കുട്ടികളാണ്, 100 കുട്ടികളാന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ തൊട്ട് പറഞ്ഞു ജയിലിൽ തുടങ്ങിയോ പ്രണയം? എനിക്ക് അറിഞ്ഞുകൂടാ. അനീഷോട് പോയി. ആര്? അഞ്ചുവാ ജയിലിന്റെ അങ്ങോട്ട് പോയി. അനീഷേട്ടൻ നല്ല മതിൽ ചാടി പോയോ? അമ്മഞ്ചിന് എല്ലാം സീരിയസ് ആക്കി എടുത്തു. എല്ലാം നമ്മ കളിയാക്കിയതും എല്ലാതും അതൊക്കെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നിരിക്കും. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു റീസൺ ആയിട്ടുണ്ടായിരിക്കണം. കുറച്ച് ഓവറായിരുന്നു. തമാശക്കല്ലേ കളൊക്കെ വരച്ചു. ചായ കൊടുക്കുന്നതൊക്കെ അത് പറഞ്ഞു. കളമൊക്കെ വരച്ചത് ഞാനൊക്കെ എന്നാ അറിയണം. സാധാരണ ആൾക്കാർ കളം വരക്കണത് പെരും കളം. അത് ഏത് സെൻസിലെടുത്തത്? തമാശയായിട്ട് എടുത്തില്ലേ? അല്ല, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവളല്ല അയാളുടെ മാറ്റം അവള് പറയാതിരുന്നത്. ഇനി അവള് പറഞ്ഞു പുറത്തോണ്ടാന്ന് വെച്ചിട്ട്. അല്ലല്ല, ഇവൾക്കും ചെറിയൊരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ എത്ര ഇല്ല അങ്ങനെയല്ല, അങ്ങനെ ശരിക്കില്ലേ? പുള്ളി നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. നല്ലൊരു സത്യം ഇവിടെ ഉള്ള ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി നല്ലൊരു വ്യക്തിയാണ്. സത്യ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് പുള്ളി ഇഷ്ടമാണ്. വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ, ബ്രദർ എന്നൊരർത്ഥത്തിൽ ഇഷ്ടമാണ്. ബ്രദർ എന്ന അർത്ഥത്തിൽ നല്ല ഇഷ്ടമാണ് പുള്ളിയെ. ഇവിടെ വെച്ച് ഏറ്റവും നല്ല വ്യക്തി മൂപ്പരാന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം വേറൊന്നും കൂടി. നമ്മളൊന്നും നല്ല അങ്ങനെയല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടി. അങ്ങനെയുണ്ട്. അയാളുടെ ക്യാരക്ടർ കുറച്ചുകൂടെ നല്ലതാണ്. നടക്കുമ്പോഴാണ് ഒരു ചേനക്കാര്യം പറയണം. ഇന്നലെ കണ്ട് ഒറ്റക്ക് നീണ്ട ആ ബെഡിൽ നീണ്ട് അനീഷിന്റെ കട്ടിൽ നമുക്ക് നോക്കിയാണ് എന്തൊക്കെയാ സംസാരിക്കും. അന്ന് ശരിക്കും ആപ്പിള് കട്ട് ചെയ്ത് പുള്ളി ഉറങ്ങാതെ കാറിന്ന് ക്യാഷ് എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നീ ആ കട്ടിൽ കിടന്നിട്ട് അനീഷിന്റെ കട്ടിൽ മുഖം നോക്കിയാണ്ട് എന്തൊക്കെയാ സംസാരിക്കണം ഞാൻ ഈ ക്ലാസ്സിനുള്ള കൂടെ കണ്ടത്. എനിക്ക് ഓർമ്മയില്ല എന്തെങ്കിലും സംസാരിച്ചാണോ? എന്തോന്ന് ഇതാണ് ഈ മനുഷ്യരുടെ ഒന്നും പറയാൻ പറ്റാത്തത്. കുത്തി കുത്തി കൊല്ലുവാണ് ശവത്തിട്ട്. ഞാൻ ഇന്ന് തീയിലായിരുന്നു. ചെറിയൊരു ഇഷ്ടം ഇല്ല, ഞാൻ ഈ ചോദിക്കുന്നത് മനസ്സറിയാത്തോണ്ട് എന്റെ സുഹൃത്തിന് വേണ്ടിയാ ഞാൻ ചോദിക്കണം. അതല്ലെന്ന് എന്തൊരു ശുഷ്കാന്തിയുള്ള സുഹൃത്ത്. അവനോട് നേരിട്ട് പറയാൻ, അവനോട് നേരിട്ട്
എല്ലാ പിടിക്കപ്പെടുന്ന പെണ്ണുങ്ങളും പറയുന്നത് ആ വൈറ്റ് മാത്രമേ പോകത്തുള്ളൂ. ഇക്ക നിങ്ങൾ പറയാനല്ലേ ഒരു ആങ്ങളും പെങ്ങളൂട്ടിയും ഇവിടെ കിടന്നു കളിയാക്കാറില്ലേ ഇടയ്ക്ക്? ഇവിടെ കിടന്ന് കളിയാക്കാറില്ല. നിങ്ങൾ കളിയാക്കാറില്ലേ? എടോ നിങ്ങൾ വേറെ അർത്ഥത്തിൽ എടുക്കുന്നത് എന്തിനാ? നിങ്ങൾ ഇവിടെ കിടന്ന് കളിയാക്കാറില്ലേ എന്ന് എന്നെയാണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു ആങ്ങളും പെങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ല. അയ്യോ ഞാൻ കേട്ടിട്ടുണ്ട്. എടി അതല്ല. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹമോ? ഇപ്പൊ എന്റെ ഡൗട്ട് അങ്ങന്നേ നിങ്ങൾ പറഞ്ഞിരുന്നോ? അങ്ങൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നീ പറഞ്ഞ പോലേതാണ്. ഇങ്ങനെ എന്നിട്ട് ചേട്ടന് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടും. അതും പറയും. അത് ഞാൻ പറയത്തില്ല, അത് ഞാൻ പറയില്ല ഡയലോഗ്. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനും ഇതിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണോ വിളിച്ചത്? ഞാനൊരു കാര്യം പറഞ്ഞാ, ഏക്കർ കണക്കിന് ഭൂമി, മണിത്താറാവിന്റെ ബിരിയാണി അല്ല നീ ഇതെന്താ എൻ്റെ അടുത്ത് പറഞ്ഞത്? അതല്ല മോളെ, അത് വരെ നമ്മൾ പറഞ്ഞതിനൊക്കെ ശേഷം ഇതുണ്ടായിരുന്നു. നല്ല ചുറ്റും കായൽ, വയല്, 15 കിലോമീറ്റർ ആയ കടല്, ഭയങ്കര കാമാൻ കൂളായുള്ള സ്ഥലം. പറ കാമൻ പോയിട്ട് പറ എന്താണ് പറയുന്നത്? കാമക്കുളോ കുളമുണ്ട് അവിടെ. എന്താ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അത് വേറെന്തെങ്കിലും ആ വേറെ എന്തെങ്കിലും ആയിരിക്കും. സത്യം ഇവിടെ ഇറങ്ങിട്ട് ഞാൻ തരാം കേട്ടാ. ഇവിടെ ഇറങ്ങിട്ട് കൊറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുണ്ട്. 1-2 വേർഡിന്റെ അർത്ഥം എനിക്കിവിടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല ചില കാര്യങ്ങള്. അത് അതാരാ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് നല്ലതുപോലെ നോക്കും. ഞാൻ ഇറങ്ങിട്ട് തരാം. പറ. അല്ല, ഞാൻ ശരിക്കും നീ എവിടെയാ? മസ്കറ്റാ, അബുദാബി, എവിടെ? ചിന്തേ സൗദി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനു, അനു സത്യസന്ധമായിട്ട് പറ. ഞാൻ ഇവിടെ ഇത്രയും ഇവിടെ ഒരു അടയാളം പോലെ ഡോക്ടറെ കാണിച്ച് മരുന്ന് അടുത്ത അടയാളം വരുത്തല്ലേ? എനിക്ക് പേടിയാവും. നീ നിനക്കിപ്പോ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കണം. ഞാൻ എന്താ ചെയ്യണ്ടത്? നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്തു തരുന്നത്? ഓർഡർ ഞാനോടി നടക്കുക. പാടി മോളെ, നമുക്ക് ചെയ്യാം. അവനെ മാറ്റി അവസാനം ക്യാപ്റ്റൻ. പോടെ. ഇപ്പൊ ഞാൻ സെൽഫായിട്ട് ഞാൻ എന്താ മറ്റേ